ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാനേജീരിയൽ എക്കണോമിക്സിലെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. അതായത് നമ്മുടെ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ മീനിങ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ മാനേജീരിയൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സുമായിട്ടും അതുപോലെ മാക്രോ എക്കണോമിക്സുമായിട്ടൊക്കെ റിലേറ്റഡ് ആയി കിടക്കുന്നതാണ്. അതായത് മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിനെ ഉപയോഗപ്പെടുത്താറുണ്ട്, അതുപോലെ മാക്രോ എക്കണോമിക്സിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻ എന്താണ്, മൈക്രോ എക്കണോമിക്സിന് മാനേജീരിയൽ എക്കണോമിക്സിലുള്ള റോൾ എന്താ, അതുപോലെ മാക്രോ എക്കണോമിക്സിന് മാനേജീരിയൽ എക്കണോമിക്സിലുള്ള റോൾ എന്താ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാനേജീരിയൽ എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സിൻ്റെ പങ്ക് എന്താണ്, അല്ലെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിന് എന്തിനൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, അത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ്, മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു മൈക്രോ എക്കണോമിക്സ്. സോ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്, മാനേജീരിയൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ മൈക്രോ എക്കണോമിക്സ് മാനേജറിയൽ എക്കണോമിക്സും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അഥവാ മൈക്രോ എക്കണോമിക്സിനെ മാനേജറിയൽ എക്കണോമിക്സിൽ ധാരാളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദ മെയിൻ സോഴ്സ് ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് അനലിറ്റിക്കൽ ടൂൾസ് ഫോർ മാനേജറിയൽ എക്കണോമിക്സ് ഈസ് മൈക്രോ എക്കണോമിക് തിയറി. അതായത് വേറൊന്നുമല്ല, നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന ടൂൾസും കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട് അല്ലേ. മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ ഒരുപാട് ടൂൾസ് ഉപയോഗിക്കും, കോൺസെപ്റ്റുകൾ അത് നമ്മളിനി പഠിക്കുന്നുണ്ട്. മാനേജറിയൽ എക്കണോമിക്സിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്ന് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാനേജീരിയൽ എക്കണോമിക്സിലുള്ള ഈ ടൂൾസും കോൺസെപ്റ്റുകളൊക്കെ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, മൈക്രോ എക്കണോമിക്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിലുള്ള പല ടൂൾസും കോൺസെപ്റ്റുകളും അവരെടുത്തിരിക്കുന്നത് ഏതിൽ നിന്നാണ്, മൈക്രോ എക്കണോമിക്സിൽ നിന്നാണ്. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. മാനേജറിയൽ എക്കണോമിക്സ് മേക്ക് യൂസ് ഓഫ് മൈക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സ് സച്ച് ആസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എക്സെട്ര ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അവിടെ എന്താണ് പറയണത്, വേറെ ഒന്നല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞുള്ളൂ എന്ത്, മാനേജീരിയൽ എക്കണോമിക്സ് ഒരുപാട് ടൂൾസും കോൺസെപ്റ്റുകളൊക്കെ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് എടുത്തു എന്ന്. അപ്പോൾ അങ്ങനെ എടുത്ത പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്, അതായത് മാനേജീരിയൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റുകളാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എക്സെട്ര. ഇതുപോലുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ മാനേജീരിയൽ എക്കണോമിക്സ് ഏതിൽ നിന്ന് എടുത്താണ്, മൈക്രോ എക്കണോമിക്സിൽ നിന്ന് എടുത്താണ്. അപ്പോൾ അങ്ങനെ എടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളിൽ രണ്ടെണ്ണമാണ് ഏത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇതുപോലുള്ള ധാരാളം കോൺസെപ്റ്റുകൾ മാനേജീരിയൽ എക്കണോമിക്സ് എടുത്തിരിക്കുന്ന ഏതിൽ നിന്നാണ്, മൈക്രോ എക്കണോമിക്സിൽ നിന്നാണ്. മൈക്രോ എക്കണോമിക് അനാലിസിസ് ഈസ് ഹൈലി ഹെൽപ്ഫുൾ ഇൻ ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. അതുപോലെ മൈക്രോ എക്കണോമിക്സ് മാനേജറിയൽ എക്കണോമിക്സിന് നൽകുന്ന മറ്റൊരു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ബിസിനസ് പോളിസീസ്, ഒരു മാനേജ്മെൻറ്റ് എന്തുണ്ടാക്കണം, ബിസിനസ്സിൽ ഒരുപാട് പോളിസീസ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഈ ബിസിനസ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക, അഥവാ ഈ ബിസിനസ് പോളിസീസൊക്കെ ഉണ്ടാക്കുന്നതിന് ആര് സഹായിക്കുന്നുണ്ട്, മൈക്രോ എക്കണോമിക്സ് മാനേജറിയൽ എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മറ്റൊരു റോള്. മൈക്രോ എക്കണോമിക്സ് എന്തിന് സഹായിക്കുന്നു, ബിസിനസ് പോളിസീസ് ഉണ്ടാക്കാൻ മാനേജറിയൽ എക്കണോമിക്സിനെ മൈക്രോ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ് ത്രൂ ഡിമാൻഡ് ആൻഡ് ക്യാഷ് അനാലിസിസ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ്. അതായത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള, വളരെ ക്വാളിറ്റി ഉള്ള ഡിസിഷൻസ് ഒരു ഓർഗനൈസേഷനിൽ എടുത്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ആര് സഹായിക്കുന്നുണ്ട്, മൈക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സിലെ ഡിമാൻഡ് അനാലിസിസ്, അതുപോലെ ക്യാഷ് അനാലിസിസ് തുടങ്ങിയ കോൺസെപ്റ്റുകളൊക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, മാനേജ്മെൻറ്റിലെ അല്ലെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സിലെ ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മറ്റൊരു ഹെൽപ്പ്. വേറൊന്നല്ല, ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ മാനേജീരിയൽ എക്കണോമിക്സിനെ മൈക്രോ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതിലൂടെ, ഡിമാൻഡ് അനാലിസിസിലൂടെയും ക്യാഷ് അനാലിസിസിലൂടെയൊക്കെ. അതുപോലെ മറ്റൊരു പോയിന്റ്, ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ്. അതുപോലെ നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രൊഡക്ഷനിലെ ഉൽപ്പാദനം നടക്കുക. അപ്പോൾ ഈ പ്രൊഡക്ഷനിൽ നമ്മൾ എന്തുണ്ടാക്കണം, ഒരു പ്ലാൻ തയ്യാറാക്കണം, പ്ലാനിങ് ചെയ്യണമല്ലേ. അപ്പോൾ ഇങ്ങനെ ഉൽപ്പാദനത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനിങ് അഥവാ പ്ലാൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ അഥവാ ഇത് ഉണ്ടാക്കുന്നതിനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മൈക്രോ എക്കണോമിക്സ് മാനേജറിയൽ എക്കണോമിക്സിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മറ്റൊരു പോയിന്റ്, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് മാനേജറിയൽ എക്കണോമിക്സിന് മൈക്രോ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, ദസ് മാനേജീരിയൽ എക്കണോമിക്സ് ഡിപ്പെൻഡ്സ് മോർ ഓൺ മൈക്രോ എക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, മാനേജീരിയൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നല്ലതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ വേറെ ഒന്നുമില്ല, ഒന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സിനെ മൈക്രോ എക്കണോമിക്സ് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മൈക്രോ എക്കണോമിക് കോൺസെപ്റ്റുകൾ നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ 2 കോൺസെപ്റ്റുകളാണ് ഇത്: ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മാർക്കറ്റ് സ്ട്രക്ചർ. അതുപോലെ മൈക്രോ എക്കണോമിക്സ് വേറെ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ബിസിനസ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും അതുപോലെ ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനും പ്രൊഡക്ഷൻ പ്ലാനിങ്ങിനൊക്കെ ആര് സഹായിക്കുന്നു? മൈക്രോ എക്കണോമിക്സ് മാനേജീരിയൽ എക്കണോമിക്സിന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ് വിത്ത് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഇതാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സിൻ്റെ പങ്ക്. അപ്പോൾ അടുത്തത് റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ മൈക്രോയ്ക്ക് റോൾ ഉള്ളതുപോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സിൽ ആർക്കും റോളുണ്ട്, മാക്രോ എക്കണോമിക്സിന് റോളുണ്ട്. അപ്പോൾ ഈ മാക്രോ എക്കണോമിക്സ് മാനേജീരിയൽ എക്കണോമിക്സിൽ എങ്ങനെ യൂസ്ഫുൾ ആകുന്നു, അല്ലെങ്കിൽ എന്താണ് മാനേജീരിയൽ എക്കണോമിക്സിൽ മാക്രോൻ്റെ റോൾ എന്ന് നമുക്ക് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് മാക്രോ എക്കണോമിക് കോൺസെപ്റ്റ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ് ഇൻക്ലൂഡ് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ, നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. അത് വേറെ ഒന്നുമല്ല, നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ കുറേ കോൺസെപ്റ്റുകൾ മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സിലെ ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നുണ്ട്? മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം. മാനേജീരിയൽ എക്കണോമിക്സിൽ മാക്രോ എക്കണോമിക്സ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ. ഓക്കെ, മാക്രോ എക്കണോമിക്സിൽ നിന്ന് മാനേജീരിയൽ എക്കണോമിക്സ് കുറച്ച് കോൺസെപ്റ്റുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? ബിസിനസ് സൈക്കിൾ, നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. ഇതുപോലുള്ള കോൺസെപ്റ്റുകളൊക്കെ മാനേജീരിയൽ എക്കണോമിക്സ് എടുത്തിരിക്കുന്നത് ആരിൽ നിന്നാണ്? മാക്രോ എക്കണോമിക്സിൽ നിന്നാണ്. ഇറ്റ് ഹെൽപ്സ് ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിന് മാക്രോ എക്കണോമിക്സ് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഹെൽപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട് അല്ലേ? ബിസിനസ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന പോളിസീസ് ഒക്കെ നടപ്പാക്കുന്നവരെയാണ് നമ്മൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുക. അതായത് ബിസിനസ്സിൽ ഒരുപാട് പോളിസീസ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അതൊക്കെ നടപ്പിലാക്കണ്ടേ. അപ്പം അങ്ങനെ നടപ്പിലാക്കുന്നവരെയാണ് നമ്മൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ബിസിനസ് എക്സിക്യൂട്ടീവ്സിന് ഈ പോളിസീസൊക്കെ കറക്റ്റായിട്ട് എഫിഷ്യൻ്റായിട്ട് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ, എങ്ങനെയാണ് പ്രൈസ്, എങ്ങനെയാണ് കോമ്പറ്റീഷൻ, എങ്ങനെയാണ്, അങ്ങനെ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കിയാലാണ് ബിസിനസ് എക്സിക്യൂട്ടീവ്സിന് കറക്റ്റായിട്ടുള്ള പോളിസീസൊക്കെ നമ്മുടെ മാനേജ്മെൻറ്റിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നടപ്പാക്കാൻ പറ്റും. അപ്പോൾ എൻവയോൺമെൻറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എൻവയോൺമെൻറ്റ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കിക്കാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാക്രോ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഒരു റോള്. മാക്രോ എക്കണോമിക്സ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാനേജീരിയൽ ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെ സഹായിക്കുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കാൻ ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെ മാക്രോ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു റോള്. പിന്നെ ഒരു പോയിന്റ്, മാക്രോ എക്കണോമിക്സ് എനേബിൾസ് ദ മാനേജേഴ്സ് ടു ഫോർമുലേറ്റ് പോളിസീസ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ പോളിസി എക്സെട്ര. മറ്റേതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മൈക്രോ എക്കണോമിക്സിൽ എന്ത് സഹായിക്കുന്നുണ്ട്? മൈക്രോ എക്കണോമിക്സ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞൂലേ? അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സും എന്തിന് സഹായിക്കുന്നുണ്ട്? മാനേജേഴ്സിനെ ബിസിനസ് പോളിസീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഫോർമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസൊക്കെ? പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പോളിസീസ്, അതുപോലെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ്. അപ്പോൾ ഇത്തരത്തിൽ പ്രൊഡക്ഷൻ, പ്രൈസ് എന്നിവയ്ക്കായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ പോളിസികളൊക്കെ ഉണ്ടാക്കാൻ മാക്രോ എക്കണോമിക്സ് ആരെ സഹായിക്കുന്നുണ്ട്? മാനേജീരിയൽ എക്കണോമിക്സിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ബിസിനസ് ഡിസിഷൻസ്. നമ്മൾ അവിടെ പറഞ്ഞൂലേ ബിസിനസ് ഡിസിഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞൂലേ? അതേപോലെ മാക്രോ എക്കണോമിക്സ് എന്തിനു സഹായിക്കുന്നുണ്ട്? ബിസിനസ് ഡിസിഷൻസിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ മാനേജീരിയൽ എക്കണോമിക്സിനെ സഹായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ബിസിനസ് ഡിസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ക്വാളിറ്റിയുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കണം. അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ് ഡിസിഷൻസിൻ്റെ, ഒരു ഓർഗനൈസേഷനിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ് ഡിസിഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, നിലവാരം വർദ്ധിപ്പിക്കാൻ ആര് സഹായിക്കുന്നു? മാക്രോ എക്കണോമിക്സ് മാനേജീരിയൽ എക്കണോമിക്സിനെ സഹായിക്കുന്നുണ്ട്. ദസ് മാനേജീരിയൽ എക്കണോമിക്സ് ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ മൈക്രോ എക്കണോമിക്സ് ബട്ട് ആൾസോ ഓൺ മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മാനേജീരിയൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, കൂടാതെ ആരെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാക്രോ എക്കണോമിക്സിനെ കൂടി വലിയ തോതിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാക്രോ എക്കണോമിക്സ്
മാനേജീരിയൽ എക്കണോമിക്സുമായിട്ടുള്ള ബന്ധം അതൊരിക്കൽ കൂടി ഞാൻ ചുരുക്കി പറയാം. നമ്മൾ മറ്റേതിൽ പറഞ്ഞതുപോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് ചില മാക്രോ എക്കണോമിക് കോൺസെപ്റ്റുകളെ ഉപയോഗിക്കുന്നുണ്ട്. ആ കോൺസെപ്റ്റുകളാണ് ബിസിനസ് സൈക്കിൾ, നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര തുടങ്ങിയ കോൺസെപ്റ്റുകളൊക്കെ മാക്രോ എക്കണോമിക്സിൽ നിന്നാണ് മാനേജീരിയൽ എക്കണോമിക്സ് എടുത്തിട്ടുള്ളത്. അതുപോലെ ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കാൻ മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ മാക്രോ എക്കണോമിക്സ് മാനേജേഴ്സിനെ പ്രൊഡക്ഷൻ പ്രൈസ് എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള പോളിസീസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ബിസിനസ് ഡിസിഷൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് മാക്രോ എക്കണോമിക്സ്. അതുപോലെ നമുക്ക് പറയാം മാനേജറിയൽ എക്കണോമിക്സിൽ മൈക്രോനെ പോലെ തന്നെ മാക്രോയ്ക്കും വലിയൊരു റോളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് മൈക്രോ എക്കണോമിക്സ് അതുപോലെ വിത്ത് മാക്രോ എക്കണോമിക്സ് ആണ് നമ്മളിന്ന് നോക്കിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്